ബംഗളൂരു ട്രിപ്പ് അടിക്കാമോ എന്നൊക്കെ ചോദിച്ച് പരാമർശം നടത്തുമ്പോൾ അതാണ് പറയുന്നത്, അതൊരു അധിക്ഷേപം എന്നതിനപ്പുറം എങ്ങനെ കാണാൻ കഴിയും? തെളിവുകളില്ലാത്ത ആരോപണമാണ് ഉന്നയിക്കുന്നത് EN സുരേഷ് ബാബു എന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മനുഷ്യൻ ഗുരുതരമായ ഒരു സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയമായി 38 ദിവസം അദ്ദേഹം വീട്ടിലിരുന്നിട്ട് വീണ്ടും തന്നെ നിയോജകമണ്ഡലത്തിൽ ചെല്ലുമ്പോൾ വോട്ട് ചെയ്ത് വോട്ടർമാരെ കാണാമെന്ന് പറഞ്ഞാൽ അതേ വോട്ടർമാർ പറയുന്നു അയാൾ ഇനി ഇവിടെ വരാൻ പാടില്ല. അതെപ്പോ അതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാളെ കെട്ടി എഴുന്നള്ളിക്കാൻ, പാർട്ടി പുറത്തേക്ക് ആളെ കെട്ടി എഴുന്നള്ളിക്കാൻ എന്ത് ഇവരാണ്? ഈ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് സഹിതം, യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം പ്രസിഡന്റ് അവിടെ അക്കമ്പനി ചെയ്ത സഹിതം ഇവർ കൊടുക്കുന്നത് എന്താണ്? അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അതാണ് കേരളത്തിന്റെ ഗൗരവ വിഷയം. അതൊന്നും മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ വിടാൻ പറ്റോ? അവിടെ സുരേഷ് ബാബു പറഞ്ഞ വാക്കുകൾക്കൊന്നും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഗ്രാവിറ്റിയിലേക്ക് പോകേണ്ട കാര്യമില്ല. സുരേഷ് ബാബു വെറുതെ വ്യക്തിഗതയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല, അത് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ തെളിവുണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ശ്രീവിത്ത് മണിക്ക് പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പുണ്ട്. തെളിവോടുകൂടി വേണം അവതരിപ്പിക്കാൻ. അങ്ങനെയാണെങ്കിൽ VD സതീശനും ഒരു ബോംബ് വരുന്നുണ്ട്, അത് CPM പാർട്ടിയുടെ തനിനിറം പുറത്തു വരുന്നതെന്ന് പറഞ്ഞു. ആ ബോംബ് ഇതുവരെ പൊട്ടിച്ചില്ല. പലരുടെയും സംശയത്തിനുമില്ല. ഈവൻ ഷൈനി ടീച്ചറുടെ പ്രശ്നത്തിന് പോലും ജനങ്ങൾ അത് സംശയിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കേരളത്തിൽ ഒരിക്കലും നീതിയിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് നേതൃത്വമല്ലേ സ്റ്റേബിൾ അല്ലാത്ത നിലപാടെടുത്തിരിക്കുന്നത്? അത് കേരളം ചർച്ച ചെയ്യപ്പെടണ്ടേ? നമ്മൾക്കൊക്കെ ഒരു പൈതൃക സംസ്കാരമുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഇതിലൊന്നും CPM-ന് അഹംഭാവം കാണിക്കാനുള്ള ഒന്നുമില്ല. നിങ്ങൾക്ക് മേനി നടിക്കാൻ ഒരു കാര്യവും ഇല്ല. കാരണം നിങ്ങൾ ആർക്കെതിരെയും നടപടി എടുത്തിട്ടില്ല, ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? ഒറ്റ കാര്യം, ഈ പറയുന്ന പറവൂരിലെ കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി VD സതീശന്റെ ഏറ്റവും അടുത്തയാള്, അവരുടെ സൈബർ സെല്ല് അവിടെ നിയമനെ കൺട്രോൾ ചെയ്യുന്ന ആള്, ആ മനുഷ്യൻ ഷൈൻ ടീച്ചറെ ആക്ഷേപിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളൊന്നാ. നിങ്ങൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? എൻഡോസ് കുന്നപ്പള്ളി ഒരു സ്ത്രീ നേരിട്ട് ഒന്ന് പരാതി പറഞ്ഞു. അതിന്റെ പേരിൽ അയാൾ ഇപ്പൊ ജാമ്യത്തില്ല. നിങ്ങൾ നടപടി സ്വീകരിച്ചോ? അവിടെ നിങ്ങൾക്ക് ധാർമ്മികത ഉണ്ടായിരുന്നോ? വിൻസെന്റ് സെയിം വേ ആണ്. നിങ്ങൾ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തില്ല? ഷാഫി പറമ്പിൽ പരാതി കൊടുത്താൽ നിങ്ങൾ EN സുരേഷ് ബാബുവിനെതിരെ നടപടിയെടുക്കുമോ? EN സുരേഷ് ബാബുവിനെതിരെ പോലീസ് നടപടിയെടുക്കുമോ? ചോദിക്കേ. അല്ല, EN സുരേഷ് ബാബു പറഞ്ഞല്ലോ തെളിവ് ഹാജരാക്കുന്നത്. തെളിവ് ഹാജരാക്കുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ ഇങ്ങനെ ഇപ്പോഴും നടപടി സ്വീകരിക്കുന്നത്? ഇയാളുടെ പേര് പോലും പറഞ്ഞില്ല. നമ്പർ മറക്കണ്ട, ഞങ്ങൾ ചോറ് തന്നെയാണ്. നോക്കൂ, അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ പറയട്ടെ. അദ്ദേഹം ചില MLA-മാരെ, കോൺഗ്രസിൻ്റെ MLA-മാരെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ, അദ്ദേഹം കോൺഗ്രസിന് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ അദ്ദേഹത്തിന് നേരെ 4 വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് അദ്ദേഹം ബോധപൂർവം മറയ്ക്കുന്നു. FIR രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ച ഒരു MLA അവിടെ ഇരിപ്പുണ്ട്. സ്ത്രീ പീഡന കേസിൽ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് സീരിയസ് ആയിട്ടുള്ള കുറ്റാരോപണം നടത്തുന്ന ഒരു മന്ത്രിയുണ്ട്. ഇവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടാണോ അദ്ദേഹം നിൽക്കുന്നതെന്നുള്ളതാണ് എന്നെ അതിശയപ്പെടുത്തുന്നത്. ഒരു ആരോപണം നടക്കുന്നു, ആരോപണത്തിന്മേൽ അന്വേഷണം നടക്കുന്നു, ആ അന്വേഷണത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. അത്തരത്തിലുള്ളൊരു വ്യക്തിയെ അങ്ങേയറ്റം അദ്ദേഹം പരിഹസിക്കുകയും ഒക്കെ ചെയ്താൽ അത് രാഷ്ട്രീയമായിക്കോട്ടെ, അതിൽ ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം സ്വന്തം പക്ഷത്തുള്ളവർ തെറ്റ് ചെയ്തവരെ കൂടി പുറത്താക്കുവാനോ അല്ലെങ്കിൽ അവർക്കെതിരെ വിരൽ ചൂണ്ടുവാനും അദ്ദേഹം തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ രാഷ്ട്രീയ രംഗത്ത് അങ്ങേയറ്റം മലീമസമാക്കുന്നതും ലൈംഗിക അപവാദങ്ങൾ കൊണ്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കുന്നതും ഇവിടെ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 100% ഞാൻ യോജിക്കുന്നു. അവർ കാലാകാലങ്ങളിൽ ഈ ഇലക്ഷൻ അടുക്കുന്ന സമയത്താണ് ഇത് വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തുന്നത്. അവർക്ക് ഭരണ പരാജയം മറച്ചു വയ്ക്കുവാൻ ഈ കഴിഞ്ഞ 9.5 വർഷങ്ങൾ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്ത് കോൺക്രീറ്റ് ആയിട്ടുള്ള സിഗ്നേച്ചർ പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ പറ്റി? കൊട്ടിഘോഷിച്ച ഒരു ദേശീയപാത കൊണ്ടുവന്നു, 150 ഇടത്ത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. 1,50,000 കോടി കടബാധ്യത ഉണ്ടായിരുന്നത് 6 ലക്ഷം കോടിയിലേക്ക് ഉയർത്തി. അപ്പം ഭരണ പരാജയം ചർച്ച ചെയ്യരുത്. അതിനുവേണ്ടി സ്ഥിരം പല്ലവിയായിട്ടുള്ള ഈ ലൈംഗിക അപവാദ കഥകളെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലേക്ക് എടുത്തുകൊണ്ട് വരുന്നു. നോക്കൂ, സരിത കേസ്, സോളാർ വിഷയം അവർ 2016-ലും 2021-ലും ഉപയോഗപ്പെടുത്തിയില്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഈ ലൈംഗിക അപവാദ കഥകൾ കൊണ്ട് വന്ന് കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കുക.
കഷ്ടം. ഈ സുരേഷ് ബാബു അദ്ദേഹം നോക്കൂ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ എത്ര ആരോപണങ്ങൾ ഉയർന്നു. ഒരു LC സെക്രട്ടറി അദ്ദേഹത്തിന് വളരെ മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് രാജി കൊടുത്തിരുന്നില്ലേ? പിന്നെ ഒടുവിൽ അനുനയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ CPM ഇക്കാര്യത്തിൽ ധാർമ്മികത പറയാൻ അവകാശമില്ല. അത് ശരി തന്നെയാണ്, ഞാൻ അതിനോട് യോജിക്കുകയാണ്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ആദ്യം അദ്ദേഹം ഷാഫിയുടെ പേര് പറഞ്ഞു തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നീട് അത് ഈ നിയമ പോരാട്ടത്തിലൊക്കെ പോകുമെന്നായ സമയത്ത് ഞാൻ ഷാഫിയുടെ പേര് പറഞ്ഞു എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അല്ല ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? മൂന്നാമത്തെ തെളിവുണ്ടെന്ന് ശരി, അത് ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതാണോ എന്നാണ്. ശരി ശ്രീജിത്ത്. ശ്രീ സുരേഷ് ബാബു താഴത്തെ നിലയിലുള്ള ഒരു നേതാവല്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് ശ്രീ ഷാഫി പറമ്പലിനെതിരെ ഉണ്ടെങ്കിൽ ആ തെളിവോട് കൂടിയിട്ട് വേണമായിരുന്നു ഈ ആരോപണം പറയാൻ. അതല്ല എങ്കിൽ ആ തെളിവ് നാളെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആ തെളിവ് കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിന് ആരോപണം പറയാമായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരെങ്കിലും പ്രതിസന്ധിയിലാക്കുന്ന സമയത്ത് ഷാഫിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, അത് നാളെ ഞാൻ പറയാം എന്ന് പറയുന്നതല്ല. മറിച്ച് വോളണ്ടറിലി സ്വയം മുന്നോട്ട് വന്നിട്ട് മറ്റൊരാളിനെതിരെ ഇങ്ങനെ ആരോപണം പറയുന്ന സമയത്ത് സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതല്ല ഉത്തരവാദിത്തം. അദ്ദേഹത്തിന് ആ തെളിവ് കൊണ്ടുവന്നതിന് ശേഷം ഇതാണ് തെളിവ്, ഇതാണ് എനിക്കുള്ള ആരോപണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള ഒരു ആരോപണമാണെന്ന് പ്രാഥമികമായിട്ട് ആൾക്കാർക്ക് തോന്നുകയെങ്കിലും ചെയ്യാമായിരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? പാലക്കാടുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് മുൻപും സമാനമായിട്ടുള്ള കുറേയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വടകരയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പോയി മത്സരിക്കുന്ന സമയത്തുണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം തെളിവ് പിന്നെ കാണിക്കുമെന്നും ഇതിനെല്ലാം പിന്നിൽ ഷാഫിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. നമുക്കറിയാമല്ലോ, കാഫിർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പഴയ നീലപ്പെട്ടി ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇടതുപക്ഷത്തിനും ചില വിഷയങ്ങളിൽ BJPക്കും ഒക്കെ തന്നെ ഷാഫി പറമ്പിലിനെതിരെ കൂടി ആരോപണം ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പിന്നാലെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു നഗ്നസത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് വരാറായി. അതേപോലെ തന്നെ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിൽ ഷാഫിയും ഷാഫിയുടെ ടീമുമാണ് എന്ന് പറഞ്ഞിട്ട് ഈ ആരോപണത്തിന്റെ തെളിവ് പിന്നാലെ വരുമെന്ന് പറഞ്ഞിട്ട് കാലം എത്രയായി? എന്നിട്ട് ആരെയാണ് അതിൽ പിടിച്ചിരിക്കുന്നത്? അതായത് ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അതല്ല എങ്കിൽ നേരത്തെ സമാനമായി ആരോപണം ഉന്നയിച്ചിട്ട് പിന്നാലെ തെളിവ് കൊണ്ടുവന്ന് കുടുക്കിയിരിക്കുന്നതിന്റെ ഒരു ട്രാക്ക് റെക്കോർഡെങ്കിലും ഉണ്ടായിരിക്കണം. പക്ഷെ അതില്ല. സ്വാഭാവികം. ഇപ്പോ ആ പറഞ്ഞിരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പോലും ശ്രീ സുരേഷ് ബാബുവിന് കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. നേരത്തെ ശ്രീ റെജി ലൂക്കോസ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ നമ്മൾ തെളിവില്ലാതെ ഒരു ആരോപണം ഉന്നയിക്കുന്ന പല ആൾക്കാരും ഇപ്പൊ കോൺഗ്രസിലാണെങ്കിലും ഉണ്ടല്ലോ, ബോംബ് പൊട്ടുമെന്ന് VD സതീശൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. ബോംബ് പൊട്ടുമെന്ന് അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ്, ഒരു വ്യക്തിയെക്കുറിച്ചല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് നോക്കൂ, നാളെ പിണറായി വിജയനെതിരെ സ്ത്രീ വിഷയത്തിൽ ബോംബ് പൊട്ടും, നാളെ KB ഗണേഷ് കുമാറിനെതിരെ സ്ത്രീ വിഷയത്തിൽ ബോംബ് പൊട്ടും, ഇങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതൊരു നടത്തു പോണ മാതിരില്ല. അങ്ങനെയുള്ളവർക്കാണ് ഇന്ന് ശ്രീ സുരേഷ് ബാബു പറയുന്ന ആ ഉപമ ചേരുന്നത്. അതായത് ഈ കുമ്പളങ്ങ കട്ടപ്പോ തോളത്ത് ഷർട്ടിൽ അഴുക്കുണ്ടോ എന്ന് ഷാഫി പറമ്പിൽ നോക്കി എന്ന് അദ്ദേഹം പറയുന്നത് CPM-നാണ് ആപ്ലിക്കബിൾ. ശ്രീ സുരേഷ് ബാബു മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ പാലക്കാട് കൊണ്ടുവന്നതും പ്ലേസ് ചെയ്തതും എന്ന് പറഞ്ഞു. പിന്നീട് തുടർച്ചയായിട്ട് ഷാഫിയെക്കുറിച്ചും രാഹുലിനെ കുറിച്ചും പറഞ്ഞു വരുന്ന സമയത്താണ് പറയുന്നത് കണ്ടാൽ ഭംഗിയുള്ള പെൺകുട്ടികളെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും ഇദ്ദേഹം എന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. അപ്പൊ ആ ഇദ്ദേഹം ആരാണ്? വേറെ ആരെ കുറിച്ചാണ് പറയുന്നത്? അതത്ര ഡയറക്റ്റ് അല്ലേ? എന്നിട്ട് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ അത്ര ഉറപ്പില്ലാത്തത് കൊണ്ടല്ലേ അദ്ദേഹം പിന്നീട് ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ഞാനങ്ങനെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ കാലത്ത് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾ ആ സമയത്ത് എടുക്കുകയും അത് ഡിജിറ്റലായിട്ട് കാണിക്കുകയും പ്രക്ഷേപണം ചെയ്യുകയും ആർക്കൈവ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം വങ്കത്തരമാണ് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇവിടെ ഉള്ളത് അക്കൗണ്ടബിലിറ്റി ഇല്ല, ആവേശത്തിന്റെ പുറത്ത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതിയോഗിയെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും നീചമായ ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നാളെ ഇതേ ആരോപണം മറ്റാർക്കെതിരെയും കൊണ്ടുവരാമല്ലോ. ഇപ്പൊ CPM-ന്റെ ഏതെങ്കിലും ഉന്നത സ്ഥാനീയരായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിനെതിരെ ഇതേ ആരോപണം കൊണ്ടുവരാം. സിറ്റിംഗ് MLA ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിനെതിരെ പറയാം. എന്നിട്ട് ഞാൻ തെളിവ് പിന്നാലെ കൊണ്ടുവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമോ?
എന്താ ഉറക്കം വരുന്നു. ഇപ്പോ ഷാഫിക്ക് എതിരെ പറഞ്ഞിരിക്കുന്നത് നാളെ കൊണ്ടുവരും എന്ന് ശ്രീ റെജി ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഇതേ ആത്മവിശ്വാസം വേണമെങ്കിൽ ഈ ചർച്ചയിൽ റെജിക്ക് വേണമെങ്കിൽ പ്രകടിപ്പിക്കാം. ഏത് ഞാൻ പറഞ്ഞത് ബി റെജിയുടെ കാര്യമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതേ കാര്യം തന്നെ ശ്രീ റെജി ലൂക്കോസിനോട് പറയാം, അല്ലെ തെളിവ് നാളെ വരും അല്ലെ മറ്റന്നാൾ വരും എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ അതൊരു ശരിയായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടുന്ന കാര്യമല്ല. അതുകൊണ്ട് അതിനെ നമുക്ക് ഒരു തരത്തിലും പിന്തുണയ്ക്കാൻ കഴിയില്ല. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.